ഹായ് ഹലോ MGMലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സാനിയ എസ്. ഞാൻ കണിയാപുരം MGM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ജേർണലിസം വിദ്യാർത്ഥിനിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാർവതി പുത്തനാറിലെ പൂന്തറയിൽ ഒഴുകുന്ന ഒരു ചെറിയ കനാലാണ്. ഇവിടെ ഇപ്പോൾ ഒരു സമരം നടക്കുന്നുണ്ട്. ചെറുതല്ല, ഒരു വലിയ സമരമാണ്. കാരണം റാണി പാർവതി ബായി പണ്ട് ഇവിടെ ഒരു ബോട്ട് സർവീസ് ഉണ്ടാക്കിയിരുന്നു. അത് രാജാക്കന്മാർക്ക് ഇവിടെ നിന്നും കൊച്ചിയിലോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതിന് കുറേ വർഷങ്ങൾക്ക് ശേഷം അത് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ അത് നിർത്തി വച്ചിരുന്നു. ഇതിപ്പോൾ വീണ്ടും പുതുതായി അവർ രൂപീകരിക്കാൻ തുടങ്ങി. ഈ റോഡുകൾ വൈഡ് ചെയ്ത് ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരെ കുടിമാറ്റി, വർഷങ്ങളോളം താമസിക്കുന്ന ഓരോരുത്തരെ കുടിമാറ്റി ഇവിടെ ഈ റോഡ് വലുതാക്കി ഇവിടെ ഒരു പുതിയ ബോട്ട് സർവീസ് വയ്ക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് എവിടെ പോകണമെന്നോ എവിടെ പോയി താമസിക്കണമെന്നോ ഒരു ഇതുമില്ല. കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട്, പക്ഷേ അത് നടപ്പിലാവുമെന്ന് അറിയത്തില്ല. ഇവിടെ കുറേ സമരങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ചങ്ങങ്ങളുണ്ട്, കിടക്കാടം പോലും ഇല്ല. എന്ത് ചെയ്യുമെന്ന് ഒരു കരയില്ലാതെ ഞങ്ങൾ ജീവിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകണം? 10-60 വർഷം കൊണ്ട് ഈ മണ്ണും ഭൂമിയായിട്ട് ജീവിച്ച ഞങ്ങൾക്ക് കുട്ടികളെയും കൊണ്ട് പോയി ഒതുങ്ങാനായിട്ട് ഒരു സ്ഥലവുമില്ല. ഞങ്ങൾക്ക് അതിനുള്ള നീതി കൽപ്പിച്ച് തരണം. ഞങ്ങൾക്ക് ഒരു മാർഗവുമില്ല. അർഹതപ്പെട്ട നഷ്ടപരിഹാരം തന്നാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ വിട്ടു പോകൂ എന്ന് ഉറക്കെ പറയാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായാൽ ഈ സമരസമിതി കാലിരുമ്പ് പോലെ ഉറച്ചതും ശക്തിയുള്ളതുമാകും. അതിന് നിങ്ങളുടെ എല്ലാവിധ സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വിഷയ അവതരണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിപ്ലവ അഭിവാദനങ്ങൾ. നിങ്ങൾ മുഴുവൻ പേരും പുത്തൻ പള്ളിയുടെ അവിടം വരെ വരികയും ആ പരിപാടി അവസാനിക്കുന്നത് വരെ ഞങ്ങൾ ജനിച്ച മണ്ണിൽ തിരുവുകുട്ടികളെ പോലെ കണക്കാക്കി ആട്ടിയിറക്കാൻ ശ്രമിക്കുന്ന കാലതാമസം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും വികസനങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ജനങ്ങളുടെ അഭിപ്രായം കൂടെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ വികസനം ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് സൈനിങ് ഓഫ് സാനിയ SS S2BJNC ഫ്രം MGM കോളേജ് കണിയാപുരം.